അങ്ങനെ നീണ്ട 17 വർഷത്തെ കാലയളവിന് ശേഷം T20 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ എന്താ പറയുക, എങ്ങനെ പറയുക, എവിടെ തുടങ്ങും, എങ്ങനെ സംസാരിക്കുന്നൊന്നും യാതൊരു ഐഡിയയും കാര്യങ്ങളും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഫുള്ള് മൈൻഡ് എന്ത് പറയണമെന്നൊന്നും അറിയാതെ വന്നിരുന്നൊരു വീഡിയോ ചെയ്തത് എനിക്കൊന്നും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും മാറാതെ ആ ഒരു ട്രിപ്പിങ്ങിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർഗാനിക്കായിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് എനിക്ക് സംസാരിക്കണം തോന്നിയോണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിങ്ങനെ നേരെ കളി കണ്ടു കഴിഞ്ഞിട്ട് നേരെ വന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ 17 വർഷത്തെ എനിക്കൊന്ന് അവസാനമായിട്ട് നമ്മൾ 2007 ആദ്യമായിട്ട് അവസാനമായിട്ട് T20 വേൾഡ് കപ്പ് 2007 നമ്മൾ കപ്പടിക്കുന്നത്. അതിനുശേഷം നമ്മൾ T20 വേൾഡ് കപ്പിൻ്റെ ഒരു ഫൈനൽ കടന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പിന്നീട് ഒരു കപ്പടിക്കുന്നത് ഈ 2024 ഈ വർഷം ഈ ദിവസമാണ്. അങ്ങനെ 7 റൺസിനാണ് നമ്മുടെ ഇന്ത്യൻ ടീം ജയിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഏത് പറഞ്ഞു തുടങ്ങും, എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ മൈൻഡിലായിട്ട് പെട്ടെന്ന് ഇന്നത്തെ കളി കണ്ടിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ അവസാനം റീസെൻ്റ്ലി ഞാൻ കണ്ട നമ്മുടെ കളി ഭയങ്കര ഒരു ലെവല് എന്താ പറയുക കൊണ്ടെത്തിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന് സൂര്യകുമാർ യാദവിൻ്റെ സ്ട്രെയിറ്റുള്ള ആ ഒരു ക്യാച്ച്, ഹാർദിക് പാണ്ഡ്യയുടെ അവസാനത്തെ ഓവറിൽ ഡേവിഡ് മില്ലറിൻ്റെ മണ്ടയ്ക്ക് ആ ഒരു സൗത്ത് ആഫ്രിക്ക ടീം മൊത്തം അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ തോളിയേറ്റ് നിന്ന ആ ഒരു ടൈമിൽ ഹാർദിക് പാണ്ഡ്യ ഇട്ടിട്ടുള്ളായിരുന്ന ആ ഒരു വിക്കറ്റ്, അത് എൻ്റെ പൊന്നു സൂര്യകുമാർ ക്യാച്ചവോ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. സൂര്യകുമാർ യാദവ് ആണെങ്കിൽ ആ എടുത്തിട്ടുള്ള ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അല്ല, അതിന് മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ടോപ്പ് നോച്ച് സാധനമായിരുന്നു. അതെല്ലാം സേവ് ആയിരുന്നു. കാര്യം അതിനുശേഷം റബാഡയാണ് വരുന്നത്. റബാഡ എനിക്കറിയാം, നമുക്കറിയാം ഈ പറയുന്ന ഇച്ചിരി വെട്ടിൻ്റെ ആളാണ്. അച്ചളം പുത്തളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അടിച്ചടിച്ചാലും കുറച്ച് റണ്ണൊക്കെ വരും. അപ്പം ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും ഡേവിഡ് മില്ലറിൻ്റെ തോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ഒരു സൗത്ത് ആഫ്രിക്കൻ ടീം. അത് പക്ഷെ ഭയങ്കര സംഭവമായിരുന്നു. അതിന് മുന്നേ എന്താ പറയുക, നമ്മുടെ ഹാർദിക് പാണ്ഡ്യ അല്ല, ബുംറയുടെ ആണെങ്കിൽ 17ാമത്തെ ഓവർ, എൻ്റെ പൊന്നു എന്നോ സാധനമായിരുന്നു. ഇൻ്റർനാഷണൽ ലെവലെന്ന് പറഞ്ഞുണ്ടല്ലോ, ആ ഇൻ്റർനാഷണൽ ലെവൽ ബോളർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡിലെ ടോപ്പ് ക്ലാസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ബുംറ എന്നല്ലാതെ വേറൊരു പേരും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ പൊന്നു അത് ആ ഒരു വിക്കറ്റ് ആ ഒരു ടൈമിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ്. അതേപോലെ തന്നെ ക്ലാസിൻ്റെ വിക്കറ്റ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് 16ാമത്തെ 15ാമത്തെ ഓവറാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര മാച്ച് ചേഞ്ച് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. കാര്യം ക്ലാസൻ അത്രയും ടച്ചിൽ നിൽക്കുമായിരുന്നു. എൻ്റെ പൊന്നോ, ക്ലാസ് മറ്റേ അക്സർ പട്ടേലിനെ വന്നിട്ട് ആ ഒരു ഓവർ 24 റണ്ണം കണ്ടടിച്ച് അപ്പോഴേ കളി തിരിഞ്ഞ് ഒരു ബോളിന് 1 റണ്ണ് വെച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കളി ജയിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു മൊമെൻ്റ് മൊത്തം ബ്രേക്ക് ചെയ്ത് ബുംറയുടെ ആ ഒരു 17ാമത്തെ ഓവറായിരുന്നു. അത് വേറെ സാധനം. പിന്നെ നമ്മുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കിന് ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞങ്ങളിവിടെ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ സാധാ നമ്മൾ സോഫ്റ്റ് ബോളൊക്കെ കളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവിടെയുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രോഹിത് ശർമ്മ റൺ അടിച്ച് നമ്മൾ ഇന്ത്യൻ ടീം ജയിക്കും, രോഹിത് ശർമ്മ റൺ അടിച്ചില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം നമ്മൾ ഈ കണ്ടുവരുന്നൊരു പരിപാടി അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. രോഹിത് ശർമ്മ എന്ന് റൺ അടിക്കുന്നു ആ കളി നമ്മൾ ജയിക്കും എന്നുള്ള രീതിയിലായിരുന്നല്ലോ. അപ്പോൾ രോഹിത് ശർമ്മ പോയി. ആക്ച്വലി ആണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം ഭയങ്കര ഒരു കെറുവൊക്കെ തോന്നി. കാര്യം ഓൾറെഡി ആ ഒരു ഓവറിലാണെങ്കിൽ 2 4 വന്നു. ആദ്യത്തെ 3 ബോളിൽ തന്നെ 2 4 വന്നു. പിന്നെ ആ ഒരു 4ാമത്തെ മീൻസ് എന്താ പറയുക, ആ ഒരു 4ാമത്തെ ബോളെ പിന്നെ വെറുതെ റിസ്ക് എടുത്ത് ആ ഒരു 4 അടിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പന്ത് ഔട്ടാവുന്നത്, പിന്നെ സൂര്യകുമാർ യാദവ് കയറി വരുന്നത്, പുള്ളിയുടെ ആണെങ്കിൽ കൊണ്ടില്ല, ബാറ്റിൽ ശരിക്കും കൊണ്ടില്ല, മണ്ടയ്ക്ക് എന്തോ കൊണ്ടെന്ന് തോന്നുന്നു, നേരെ അത് ക്യാച്ച് പോകുന്നു. പിന്നീട് മൊത്തം ഞാൻ വിചാരിച്ചു വിരാട് കോഹ്ലി അറിയാലോ, ഈ ഒരു ഫോം, ഈ ഒരു ടൂർണമെൻറ്റിലെ ഫോം അറിയാമല്ലോ. ഞാൻ വിചാരിച്ച് വിരാട് കോഹ്ലി മൊത്തം ഡൗൺ ആയിട്ട് അച്ചളം പുച്ചളം പോയി ഇന്ത്യ മൊത്തത്തിൽ തകർന്നടിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു സൈഡിൽ നിന്നിട്ട് വിരാട് കോഹ്ലി തോളിലേറ്റി കളി മൊത്തം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ പുള്ളി 48 ബോൾ എന്തുവാണ് 50 അടിക്കുന്നത്. അത്രയും ഒരു ആദ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ട് പിന്നീട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് പുള്ളിക്ക് അത്രയും വിക്കറ്റ്സ് പോയിപ്പം പിന്നെ പുള്ളി കുറച്ച് അഗ്രസീവായിട്ട് മുന്നോട്ട് വന്ന് അത്രയും വിക്കറ്റ് പോയപ്പോൾ കുറച്ചൊന്ന് പതുങ്ങിയാണ് പിന്നീട് കളിച്ചത്. പിന്നെ നേരെ ഒരു മാച്ച് ചേഞ്ചിങ് ആയിട്ടുള്ള രീതിയിലേക്ക് അക്സർ പട്ടേലിനെ കയറ്റി വിട്ടു. അവിടെ ശിവൻ ഡൂബെ വിട്ടില്ല, ഹാർദിക് പാണ്ഡ്യ വിട്ടില്ല, വേറെ ആരെയും വിട്ടില്ല, നേരെ അക്സർ പട്ടേലിനെ കയറ്റി വിട്ടു. സത്യം പറഞ്ഞാൽ അതൊരു കിട്ടില്ല ഒരു പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ അക്സർ പട്ടേൽ അവിടെ ഒന്ന് കുറച്ച് ജസ്റ്റ് കളിച്ച് പോകില്ല ചെയ്തു. നല്ല കിട്ടിലും കളി കളിച്ചു, അത്ര 47 റൺ അടിച്ച്. പക്ഷേ ഭയങ്കര റെസ്പോൺസിബിളായിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു സീരിയസ്നെസ് കാണിക്കാതെ ഉള്ള ഒരു വിക്കറ്റായിരുന്നു അക്സർ പട്ടേലിൻ്റെ. കാര്യം ഒരു റൺ ഔട്ട് ആവുക, ഭയങ്കര ലേസി ആയിട്ട് തിരിച്ച് ഓടി കയറുക. കാര്യം ഇത്രയും വലിയൊരു മാച്ചല്ലേ, ഇത്രയും വലിയൊരു സീരീസ് ആയിട്ട് വേൾഡ് കപ്പല്ലേ
അപ്പം അതിൻ്റെ ഒരു സീരിയസ്നെസ് കാണിക്കണ്ടേ. അപ്പം പുള്ളി ഔട്ടായി പോയി. പിന്നീട് കോഹ്ലി പെയ്യെ ഇങ്ങനെ കളിച്ച് പോയിട്ട് എങ്ങനെയൊക്കെയോ 50 വെച്ചു. അന്നേരം എനിക്ക് തോന്നി ഇനിയിപ്പം 50 അടിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം വേറെ റണ്ണൊന്നും ട്രൈ പോലും ചെയ്യുന്നില്ല, സ്കോർ വരുന്നില്ല. പിന്നെ മാച്ചിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ കൂടെ വന്നിട്ട് കോഹ്ലി എന്നിട്ട് ആ ചന്നം പിന്നെ 5-6 അടി അടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് കളി കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം. അതുവരെ നമുക്ക് അന്നേരം കുറച്ച് അത്യാവശ്യം റൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ കോഹ്ലി ആ 2-3 അടി അടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ആവേശം കയറിയത്. അങ്ങനെ ഇങ്ങോട്ട് കളി കണ്ടു. പിന്നീട് എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേൾഡ് കപ്പൊക്കെ ജയിച്ചു. ആ ഒരു ഭയങ്കര ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന ഇവരുടെ ഒരു പോസ്റ്റ് മാച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്നേരം അതിനകത്ത് ഒരുപാട് ആളുകളുടെ ഇമോഷൻസ്, എസ്പെഷ്യലി ഹാർദിക് പാണ്ഡ്യ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ലാസ്റ്റ് ഓവർ പിടിച്ചെറിഞ്ഞ് ജയിപ്പിച്ച് അത് ഭയങ്കര സംഭവമായിരുന്നു. എനിക്ക് എന്താ പറയുക, അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെ കരച്ചിൽ കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല, എനിക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ഹാർദിക് പാണ്ഡ്യ അയ്യോടാ എന്നുള്ളൊരു സംഭവം എനിക്കിങ്ങനെ തോന്നി. കാര്യം IPL എന്തോരം പേര് കേട്ടാടെ. പിന്നെ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ ചെയ്തൊരു പോയിന്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു വേൾഡ് കപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സന്തോഷം കൊണ്ടാണോ വിഷമം കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, പുള്ളി കരഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ എനിക്ക് അയ്യോടാ തുത്തുവാവേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിപ്പോയി. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് മാറും, പിന്നെ ബാക്ക് ടു പഴയ പോലെയൊക്കെ ആവും. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് മാച്ചൊക്കെ തുടങ്ങാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഡു മോർ ഹേറ്റ്. കാരണം മുമ്പ് ഉണ്ടായിരുന്ന ഹേറ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഫാൻസായിട്ട് മാറി എന്നുള്ള രീതിയിൽ കുറേ സംഭവമൊക്കെ. അപ്പോൾ ഞാനത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഹാർദിക് പാണ്ഡ്യ ഈ വേൾഡ് കപ്പിൽ വന്നിട്ട് മാറിയ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കരച്ചിൽ, പിന്നെ വിരാട് കോഹ്ലി കരയുന്നത്, ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു ഇമോഷണൽ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഒരു TV യിലൂടെ കണ്ട ഒരു സംഭവം എനിക്ക് അത്രത്തോളം കണക്ട് ആയത് ഇന്നത്തെ ഈ ഒരു മാച്ച് ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ അതിനുശേഷം വിരാട് കോഹ്ലി ഒരു സ്പീച്ചിൽ, പിന്നെയുള്ള പോസ്റ്റ് മാച്ച് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് T20 വേൾഡ് കപ്പാണ്. അതായത് പുള്ളി T20 വേൾഡ് കപ്പ് മീൻസ് T20 എന്നൊക്കെ ഇനി പോവുകയാണ്. ഇനി T20യിൽ വിരാട് കോഹ്ലിയെ കാണാൻ പറ്റില്ല, വിരമിക്കലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വലിയൊരു ജനറേഷൻ നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു മീൻസ് സച്ചിൻ്റെ ആ ഒരു ടൈമിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഓർമ്മ വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ക്രിക്കറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ തുടങ്ങിയ സമയത്ത് സച്ചിൻ അപ്പോഴത്തേക്കിന് വിരമിച്ചിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന മുഖം എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി ആയിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു ജനറേഷനെ കൊണ്ടുപോയിട്ടുള്ള വിരാട് കോഹ്ലി ഇതിൽ നിന്ന് പെയ്യെ മാറുന്നു. ഇനി വരുന്നത് ODI, പിന്നെ ടെസ്റ്റ്, ഇതിൽ നിന്നും കൂടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആ ഒരു ഇറ എൻഡ് ആവുകയാണ്, അല്ലെ ആ ഒരു ഇതിഹാസം എൻഡ് ആവുകയാണ്. പിന്നെ അപ്പോഴും വിരാട് കോഹ്ലി പോകുന്നുണ്ട്, ഇനി പുതിയ ജനറേഷൻ വരട്ടെ, പുതിയ ജനറേഷൻ കൊണ്ടുപോകട്ടെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടീമിനെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രോഹിത് ശർമ്മ എന്താ പറയുക, പിന്നീട് സ്പീച്ചിലൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ആൻഡ് എന്താ പറയുക, അതിനകത്ത് രോഹിത് ശർമ്മ പറയുമ്പോഴത്തേക്കിനും ഈ പറയുന്ന രാഹുൽ ദ്രാവിഡ് കോച്ച്, എൻ്റെ മോനെ കിട്ടിലും വേറെ ലെവൽ കോച്ച് രാഹുൽ ദ്രാവിഡ്, ഒന്നും പറയാനില്ല. പിന്നീട് രോഹിത് ശർമ്മ നമ്മുടെ ബുംറയെ പറ്റി പറഞ്ഞത്, ബുംറ എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. പിന്നെ പുള്ളിയുടെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ല എന്താണ് അയാളുടെ ഉള്ളിലുള്ളൊരു മാജിക്. പക്ഷേ സ്കോർ ബോർഡിൽ അയാളുടെ വിക്കറ്റിൻ്റെ പേരിലാണെങ്കിലും റൺസ് കുറവ് കൊടുക്കുന്നതിൻ്റെ എക്കണോമിയുടെ പേരിലൊക്കെ ആണെങ്കിലും ടോപ്പ് ഓഫ് ദ ടേബിളിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ബുംറ. പക്ഷേ ആ ഒരു ബുംറയ്ക്കുള്ള ഒരു മാജിക് എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് ബുംറ എന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വിരാട് കോഹ്ലി എന്താ പറയുക, കിങ് ഓഫ് ദി ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം അതൊക്കെ തന്നെ. പക്ഷേ ഇന്ന് അത്രയും റൺ 70 സംതിങ് ഒക്കെ റൺ അടിച്ചില്ലായിരുന്നെങ്കിൽ, അവസാനം വന്നിട്ട് അത്ര അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേനെ. പക്ഷേ അതുകൂടെ കണ്ട് എന്തായാലും ഹാപ്പിയാണ്. എന്തായാലും അത് നിങ്ങളുടെ അടുത്ത് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. ദാറ്റ്സ് ഇറ്റ്.